ചൈനയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും ഞാൻ 2 വീഡിയോകൾ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ചൈനീസ് പരമ്പരയിലെ 3ാമത്തെ വീഡിയോ ആണിത്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ചൈന മാറിക്കഴിഞ്ഞു. അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തി, ലോകം ആദരവോടെ നോക്കുന്ന ഒരു രാജ്യം. പക്ഷെ ആ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ മറ്റൊരു ലോകമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ ഒരു ലോകം. അവിടെ വിശ്വാസം ഒരു കുറ്റകൃത്യമാണ്. സത്യം പറയുന്നവർക്ക് ജയിലും ക്രൂരമായ പീഡനങ്ങളും ഒരുക്കി ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാത്തിരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ 10,000-കണക്കിന് ക്രിസ്ത്യാനികൾ ചൈനയിലെ ജയിലുകളിൽ ഇപ്പോഴും തടവിലാണ്. അവരിൽ ധീരരായ 10 ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അവരുടെ ശരീരം തടവറകളിൽ കിടക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ വിശ്വാസത്തെ തകർക്കാൻ ജയിലറകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1. പാസ്റ്റർ വാങ് യി. ഒരു കാലത്ത് ചൈനയുടെ അഭിമാനമായിരുന്ന ഒരു മനുഷ്യാവകാശ അഭിഭാഷകനായിരുന്നു പാസ്റ്റർ വാങ് യി. ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ഏർലി റെയിൻ കവനന്റ് ചർച്ച് എന്ന സഭയുടെ സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. 2018 ഡിസംബർ 9 പോലീസ് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് ഇരച്ചു കയറി. അദ്ദേഹത്തെയും ഭാര്യ ജിയാങ് റോങ്ങിനെയും 100ഓളം സഭാംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്നും അനധികൃത ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആരോപിച്ച് അദ്ദേഹത്തിന് 9 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. നിർബന്ധപൂർവം തന്നെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചാലും അത് വിശ്വസിക്കരുതെന്ന് അദ്ദേഹം ഒരു പ്രസ്താവനയിലൂടെ തൻ്റെ വിശ്വാസികളെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. തടവറയിൽ വിശ്വാസികൾക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നിഷേധിക്കപ്പെട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയെയും വിശ്വാസികളെയും പുറത്തുവിട്ടെങ്കിലും പാസ്റ്റർ ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം സിച്ചുവാൻ പ്രവിശ്യയിലെ ജിൻദാങ് ജയിലിലാണുള്ളത്. അദ്ദേഹം തടവിലായി 3 വർഷത്തിന് ശേഷം 2021 അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ ഭാര്യയ്ക്കൊരു അവസരം ലഭിച്ചു. ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും അദ്ദേഹം വല്ലാതെ ക്ഷീണിതനാണെന്ന് ഭാര്യ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. 2. പാസ്റ്റർ ഷാങ് ഷവോജി. സർക്കാർ അംഗീകാരമുള്ള 3 സെൽഫ് ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു ഷാങ് ഷവോജി. 2013 നവംബർ 11 ഹെനാൻ പ്രവിശ്യയിലെ സഭയുടെ ഭൂമിയെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പൊതുക്രമം തടസ്സപ്പെടുത്താൻ ആളുകളെ കൂട്ടിച്ചേർക്കൽ, അതോടൊപ്പം തട്ടിപ്പ് നടത്തി എന്നുള്ള കള്ളക്കേസും അദ്ദേഹത്തിനെതിരെ ചുമത്തി. 12 വർഷത്തെ തടവിനാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. 2017 അദ്ദേഹത്തിന് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുണ്ട്. 2019 അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ ഓർമ്മക്കുറവ് വല്ലാതെ ബാധിച്ചിരിക്കുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് നൽകിയിരിക്കുന്ന മരുന്നുകളെ കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ട്. നിലവിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ യുൻയൂനും കുടുംബവും കൂടുതൽ പീഡനങ്ങൾ ഭയന്ന് 2014 ചൈനയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു. 3. ബിഷപ്പ് തദ്ദയൂസ് മാ ദാഖിൻ. ഒരു കത്തോലിക്ക ബിഷപ്പായി അഭിഷിക്തനായ ദിവസം സർക്കാർ നിയന്ത്രിത കത്തോലിക്ക അസോസിയേഷനിൽ നിന്ന് അദ്ദേഹം പരസ്യമായി രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ ആ ധീരത പക്ഷേ ഭരണകൂടത്തിന് ഇഷ്ടമായില്ല. 2012 ജൂലൈ 7 ഷാങ്ഹായിലെ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിൽ വെച്ച് നടന്ന ചടങ്ങിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തെ ബിഷപ്പ് പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഷെഷാൻ സെമിനാരിയിൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ക്ലാസുകളിൽ ആഴ്ചയിൽ 3 തവണ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. 2012 മുതൽ അദ്ദേഹം വീട്ടുതടങ്കലിൽ തന്നെ തുടരുകയാണ്. 4. പാസ്റ്റർ ലി ജിയും സഹപ്രവർത്തകരും. അദ്ദേഹത്തിൻ്റെ സഭയുടെ എൽഡറായ ഹാൻ ഷിയ വോങ് ഡോങ്ങും വാങ് ക്വിയാങ്ങും അദ്ദേഹത്തോടൊപ്പം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഷാൻസി പ്രവിശ്യയിലെ ലിൻഫെൻ കവനന്റ് ഹോം ചർച്ചിലെ ധീരരായ 3 ലീഡേഴ്സാണിവർ. 2022 ഓഗസ്റ്റ് 19 ഒരു സമ്മർ ക്യാമ്പ് നടത്തുന്നതിനിടയിലാണ് ലി ജിയെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നത്. പള്ളിയിലെ സംഭാവനകൾ ശേഖരിച്ചതിന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കുറ്റമാണ് ഇവർക്കെതിരെ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഈ തൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട സഹപ്രവർത്തകർക്കെതിരെ വ്യാജ മൊഴികൾ നൽകുകയാണെങ്കിൽ തന്നെ വിട്ടയക്കാമെന്ന് പോലീസ് പറഞ്ഞു.
എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. അറസ്റ്റിനെ തുടർന്ന് 3 ദിവസം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇവർ വിധേയരാകേണ്ടി വന്നു. മാത്രവുമല്ല, ഈ 3 രാവും പകലും അവർക്ക് ഉറക്കം നിഷേധിച്ചു. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വന്നു. ലിജിയുടെ ഭാര്യ ലിഷാൻ, 2 മക്കൾ, അമ്മ എന്നിവരെയും അവർ കോടതിക്ക് പുറത്ത് പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു. ലിജിക്കും ഹാൻഷിയ വോഡോങ്ങിനും 3 വർഷവും 8 മാസവും തടവ് ശിക്ഷ വിധിച്ചു. അവർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. വാങ് ക്വിയാങ്ങിന് 1 വർഷവും 11 മാസവുമായിരുന്നു ശിക്ഷ ലഭിച്ചത്. അദ്ദേഹം പിന്നീട് മോചിതനായിട്ടുണ്ട്. 5 ബിഷപ്പ് ജെയിംസ് സു ഷിമിൻ, തൻ്റെ ജീവിതത്തിൻ്റെ 40 വർഷം ജയിലറകളിൽ കഴിച്ചുകൂട്ടിയ ഒരു കത്തോലിക്ക വൈദികനാണ് ഇദ്ദേഹം. വത്തിക്കാനോടുള്ള കൂറെന്ന ഒറ്റ കാരണത്തിനാണ് അദ്ദേഹത്തെ ഭരണകൂടം പീഡിപ്പിച്ചത്. 1996 മതപരമായ ഘോഷയാത്രയ്ക്കിടെയാണ് അദ്ദേഹം അവസാനമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ക്രൂരമായ മർദ്ദനങ്ങളും പട്ടിണിയും ഉറക്കം നിഷേധിക്കലും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. പോലീസ് അദ്ദേഹത്തെ മർദ്ദിക്കുവാൻ ഉപയോഗിച്ച വടികൾ പലപ്പോഴും ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ വാതിലിൻ്റെ ഫ്രെയിം ഉപയോഗിച്ച് മർദ്ദിച്ചതായും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. 2003 ഒരു ആശുപത്രിയിൽ വെച്ച് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ യാദൃച്ഛികമായി കണ്ടെത്തി. എന്നാൽ അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു വിവരവുമില്ല. അദ്ദേഹത്തിൻ്റെ തിരോധാനം ചൈനയിലെ ക്രൈസ്തവ പീഡനത്തിൻ്റെ ഒരു പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. 6 ബിഷപ്പ് കോസ്മ ഷി എൻഷിയാങ്, ബിഷപ്പ് ജെയിംസ് സു ഷിമിനെ പോലെ തന്നെ 40 വർഷത്തിലേറെ പല തവണയായി ശിക്ഷ അനുഭവിച്ച മറ്റൊരു ബിഷപ്പാണ് ഇദ്ദേഹം. 2001 ഏപ്രിൽ 13 80-ാം വയസ്സിലാണ് അദ്ദേഹം അവസാനമായി അറസ്റ്റിലാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. 14 വർഷത്തിന് ശേഷം 2015 94-ാം വയസ്സിൽ അദ്ദേഹം കസ്റ്റഡിയിൽ മരിച്ചുവെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നെന്നോ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയാണ് അടക്കിയതെന്നോ പോലും പോലീസ് അധികാരികൾ പറയുവാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം ചൈനയിലെ മതപീഡനത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. 7 ബിഷപ്പ് പീറ്റർ ഷാവോ ഷുമിൻ, വത്തിക്കാനോട് കൂറു പുലർത്തുന്നതിനാൽ നിരന്തരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന മറ്റൊരു ബിഷപ്പാണ് ഇദ്ദേഹം. 2018 മുതൽ റെസിഡൻഷ്യൽ സർവൈലൻസ് ഇൻ എ ഡെസിഗ്നേറ്റഡ് ലൊക്കേഷൻ അഥവാ RSDL എന്ന രഹസ്യ സങ്കേതത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ വ്യക്തമല്ല. നിലവിലും അദ്ദേഹം രഹസ്യ തടങ്കലിൽ കഴിയുകയാണ്. 8 ബിഷപ്പ് അഗസ്റ്റിൻ കുയിത്തായ്, കഴിഞ്ഞ 30 വർഷത്തിൽ ഭൂരിഭാഗം സമയവും തടവറകളിലും വീട്ടുതടങ്കലുമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെയും ഏറ്റവും വലിയ കുറ്റം അദ്ദേഹം വത്തിക്കാനോട് കൂറു പുലർത്തുന്നു എന്നുള്ളതാണ്. 2021 ഏപ്രിൽ മുതൽ അദ്ദേഹം 4ാമത്തെ തവണയും അനിശ്ചിതകാല രഹസ്യ തടങ്കലിൽ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ചൈനയിലെ വിശ്വാസികൾ നേരിടുന്ന ദുരിതത്തിൻ്റെയും സർക്കാർ വക പീഡനത്തിൻ്റെയും നേർസാക്ഷ്യമാണ്. ജയിൽ ശിക്ഷകൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഉറക്കം നിഷേധിക്കൽ, രഹസ്യ തടവറകൾ, ഇതെല്ലാം ഒരു ചോദ്യം ഉയർത്തുന്നു. എന്തിനാണ് ചൈനീസ് ഭരണകൂടം ഈ മനുഷ്യരെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഭരണകൂടത്തിന് മനുഷ്യൻ്റെ ശരീരത്തെ തടവിലാക്കാൻ കഴിയും, പക്ഷെ അവരുടെ വിശ്വാസത്തെ തടവിലിടുവാൻ കഴിയുകയില്ല. ഈ ധീരരായ നേതാക്കൾ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവരുടെ കഥകൾ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിലും വിശ്വാസത്തിൻ്റെ തിരിനാളങ്ങൾ അണയാതെ നിലനിൽക്കുന്നു. ചൈന ഇതിനെല്ലാം ഒരു നാളിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ചൈനീസ് തടവറകളിൽ കിടക്കുന്ന ധീരരായ 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചൈനയുമായി ബന്ധപ്പെട്ട 3ാമത്തെ വീഡിയോ ആണിത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക്, ചർച്ചുകളുടെ ഗ്രൂപ്പിൽ ഒക്കെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്.
എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10 15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000-ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.